ഹലോ ഗൈസ്. ഇതെന്താ ചിക്കന്റെ കൂടെ ഓറഞ്ച് എന്ന് നിങ്ങളിപ്പോ വിചാരിച്ച് കാണൂല്ലേ? അതെ, ഇന്ന് ഞാൻ ഓറഞ്ച് ചിക്കൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ മാരിനേഷന് വേണ്ടിയിട്ട് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ ഇത്രയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. കൈ വെച്ച് നല്ലോണം തിരുമ്മി കുഴച്ചെടുത്ത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം എണ്ണയിലിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു ഓറഞ്ച് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് കോരി എടുക്കണേ. പക്ഷെ നമ്മുടെ പണി ഇവിടെ അവസാനിച്ചിട്ടില്ല. ഓറഞ്ച് ഒന്ന് ജ്യൂസ് ആക്കാം. ഓറഞ്ചിന്റെ കുരു കളഞ്ഞിട്ട് വേണം മിക്സിയിലിട്ട് അടിക്കാൻ, അല്ലെങ്കിൽ കഴിക്കും. മിക്സിയിൽ അടിച്ചതിന് ശേഷം അരിച്ചെടുക്കണേ. ഇനി പാൻ വെച്ച് ഓയിൽ ഒഴിച്ച് കുനുകുന അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, 2-3 വറ്റൽമുളക് ഒന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ക്യൂബ്സ് വെച്ച് കട്ട് ചെയ്ത ഉള്ളിയും ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം പല കളർ കിട്ടുവാണെങ്കിൽ എടുത്തോളി, കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. എന്നിട്ട് ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ചെറുതായിട്ട് തിള വരുന്ന സമയത്ത് കുറച്ച് സോയാ സോസും ടൊമാറ്റോ സോസും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഗ്രേവി ഒന്ന് തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുറച്ച് കോൺഫ്ലവർ കലക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കണേ. ഇനിയൊന്നും നോക്കണ്ട, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അങ്ങനെ തന്നെ ഇതിലേക്ക് തട്ടിക്കൊടുത്തോളി. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അതുകൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. എന്റെ കയ്യിൽ അത് ഇല്ലായിരുന്നു. റെഡി, ഓറഞ്ച് ചിക്കൻ റെഡി ആയിരിക്കാണ്. ഷെഫ് രാജേഷ് പിള്ളയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എരിവും പുളിയും മധുരം എല്ലാം കൂടെ ആയിട്ട് കിഡിലൻ ഒരു സ്റ്റാർട്ടർ ആയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോ ടാറ്റാ.